സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എയ്തർ ഓർ, അതല്ല എങ്കിൽ ഓർ എന്നുള്ളതിൻ്റെ ആപ്ലിക്കേഷനാണ്. നമുക്കൊരു സംശയം തോന്നും, എയ്തർ ഓർ ഉപയോഗിക്കണോ അതോ ഓർ ഉപയോഗിക്കണോ? തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയം വളരെ വാലിഡാണ്. കാരണം എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണ്. എയ്തർ ഓറിൻ്റെയും ഓറിൻ്റെയും അർത്ഥം അല്ലെങ്കിൽ അഥവാ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം ഒന്നായതുകൊണ്ട് നമ്മൾക്ക് ഒരെണ്ണം മാത്രം ഉപയോഗിച്ചാൽ മതി, നമുക്ക് ഓർ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ ഇത് വളരെ കഴിഞ്ഞുള്ളൊരു സെഷനാണ്. അതായത് നമ്മൾ ഇതിന് മുമ്പിൽ ഒരുപാട് സെഷൻ ചെയ്തതിന് ശേഷമാണ് ഈ സെഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് മുമ്പിലുള്ള സെക്ഷൻ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. കാരണം എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളതും അതുപോലെ തന്നെ മറ്റൊരു സെക്ഷൻ ചെയ്യാനുള്ള പ്രചോദനം കിട്ടുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ചാപ്റ്ററുകൾ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ചാപ്റ്ററുകൾ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയും നിങ്ങൾ ലൈക്ക് ചെയ്യുക. കാരണം നമ്മൾ കൂടുതലായിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ഇനി അവിടെയാണ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ശ്രദ്ധിക്കുക, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏതൊരു ഓറിൻ്റെയും അർത്ഥം ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഉപയോഗിക്കുന്നു? നമ്മൾ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെറും ഓർ മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്ക് ശ്രദ്ധിക്കാം ചില എക്സാമ്പിൾസ്. എയ്തർ വിൻസെൻറ്റ് ഓർ ഷിജോ വിൽ കം ടു ദ വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വിൻസെൻറ്റ് അല്ലെങ്കിൽ ഷിജോ പണിക്ക് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു എയ്തറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വിൻസെൻറ്റ് ഓർ ഷിജോ വിൽ കം ടു ദ വർക്ക്. ആരെങ്കിലും ഒരാൾ വരും. ഇനി അനദർ എക്സാമ്പിൾ, യു ക്യാൻ സ്റ്റേ ഹിയർ ഓർ കം വിത്ത് അസ് എന്ന് പറഞ്ഞാൽ നിനക്കൊന്നെങ്കിൽ ഇവിടെ ഇരിക്കാം, അതല്ല എങ്കിൽ താമസിക്കുക, അതല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരിക. അനദർ എക്സാമ്പിൾ, യു ക്യാൻ ഗോ ബൈ ബസ് ഓർ ബൈ ട്രെയിൻ. നിനക്ക് ഒന്നെങ്കിൽ ബസ്സിൽ പോകാം അല്ലെങ്കിൽ ട്രെയിനിൽ പോകാം. ഇനി ബൈ ബസ് എന്നുള്ളത് സഞ്ചരിക്കുന്നതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത എക്സാമ്പിളാണ്, പ്ലീസ് കം ടു മൈ ഹോം ഓർ ടു ദ ഓഫീസ്. നിങ്ങൾ ഒന്നെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരിക, അതല്ല എങ്കിൽ നിങ്ങൾ ഓഫീസിലേക്ക് വരിക. അല്ല എങ്കിൽ എന്നുള്ളതാണ് ഓറിൻ്റെ അർത്ഥം. സെയിം അർത്ഥമാണ് ഏതൊരു ഓറിനും. നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.